ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ടു വിപ്നാസ് ടേസ്റ്റി റെസിപ്പീസ്. അപ്പോൾ നമ്മുടെ ചാനലിലെ ആദ്യത്തെ റെസിപ്പി ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ്, പരിപ്പ് മാമ്പഴ പായസം. എനിക്കറിയാവുന്നതും ഞാൻ തയ്യാറാക്കിയിട്ടുള്ളതും ഷെയർ ചെയ്ത് കിട്ടിയിട്ടുള്ളതുമായ റെസിപ്പീസാണ് ഞാൻ ഈ ചാനലിൽ കൂടി നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. നമുക്ക് തുടങ്ങാം. പായസത്തിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ് മാങ്ങയാണ്. നല്ല പഴുത്ത മാങ്ങയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. 2 മാങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. മാങ്ങ എടുക്കുമ്പോൾ നല്ല പഴുത്ത മാങ്ങ തന്നെ ആവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. രണ്ടാമത്തെ ഇൻഗ്രീഡിയൻറ്റ് വന്നിട്ട് ചെറുപയർ പരിപ്പാണ്. 1/2 കപ്പ് ചെറുപയർ പരിപ്പ് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. പിന്നെ ചവ്വരി 1/4 കപ്പ് ചവ്വരി അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ളതാണ് ഇത്. പിന്നെ മധുരത്തിന് വേണ്ടിയിട്ട് ഇവിടെ മിൽക്ക് മെയ്ഡ് എടുത്തിട്ടുണ്ട്. ഇതൊരു 1/2 ടിൻ മിൽക്ക് മെയ്ഡാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു പ്രത്യേക ടേസ്റ്റ് പായസത്തിന് കിട്ടും. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ എടുക്കാം. അതേപോലെ തന്നെ മധുരത്തിന് വേണ്ടിയിട്ട് ഷുഗറും കൂടി യൂസ് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ ഒരു 1/2 കപ്പ് ഷുഗറാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 1 കപ്പ് തേങ്ങാപ്പാൽ 1 കപ്പാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കാഷ്നട്ട്, കിസ്മിസ്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് പരിപ്പ് മാമ്പഴ പായസം റെഡിയാക്കാം. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ പായസം ഉണ്ടാക്കിയെടുക്കുന്നത്. ആദ്യമായിട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് നെയ്യ് ചൂടാകുമ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന മാങ്ങാ കഷ്ണങ്ങൾ നെയ്യിലിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. നമ്മൾ എടുത്തിരിക്കുന്ന മാങ്ങയിൽ പുളി ഉണ്ടെങ്കിൽ ആ പുളി കുറയാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. ഇങ്ങനെ നെയ്യിൽ വഴറ്റുന്നതോടുകൂടി മാങ്ങയുടെ പുളി നന്നായിട്ട് കുറഞ്ഞു കിട്ടും. മാങ്ങ നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. ഇത് തണുത്ത് കഴിഞ്ഞാൽ മിക്സിയിൽ അരച്ചെടുക്കാം. ഈ സമയം കൊണ്ട് ചെറുപയർ പരിപ്പും കുതിർത്തി വെച്ച ചവ്വരിയും കൂടി നമുക്ക് വേവിച്ചെടുക്കുകയും ചെയ്യാം. ചെറുപയർ പരിപ്പും ചവ്വരിയും ഒരു നുള്ളു ഉപ്പും ചേർത്ത് 2 കപ്പ് വെള്ളത്തിൽ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വെള്ളം ഒന്നും ചേർക്കാതെ അരച്ചെടുത്ത മാങ്ങ കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് എടുത്തു വെച്ചിരിക്കുന്ന 1/2 ടിൻ കണ്ടൻസ്ഡ് മിൽക്കാണ്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കുക. ചതച്ച് വെച്ച ഏലക്കായും ഷുഗറും കൂടെ പായസത്തിലേക്ക് ചേർത്തിളക്കാം. അപ്പോൾ ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റായ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. തേങ്ങാപ്പാൽ ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി. അതിൻ്റെ കൂടെ നെയ്യിൽ റോസ്റ്റ് ചെയ്ത കാഷ്യൂ, കിസ്മിസും കൂടി ചേർത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ പായസം റെഡി ആയിട്ടുണ്ട്. ഇത് കുറച്ച് തിക്കായിട്ടുള്ള പായസമാണ്. അപ്പോൾ തേങ്ങാപ്പാൽ കുറച്ച് കൂടുതൽ എടുക്കുന്നതാണെങ്കിൽ പായസം കുറച്ച് ലൂസായിട്ട് കിട്ടും. എല്ലാവരും ഈ പായസം ട്രൈ ചെയ്യണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സ് എല്ലാവരുമായിട്ടും ഷെയർ ചെയ്യണം. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്